ഹായ് ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. ഇന്ന് ഞാൻ ഇരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. ഇവിടെയാണ് ഞാൻ MBA പഠിച്ചത്. ഇവിടെ നമ്മുടെ കോളേജിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ മോൾഡിങ് മാനേജേഴ്സ് ഫോർ മാൻകൈൻഡ്, മനുഷ്യവംശത്തിന് വേണ്ടി മാനേജേഴ്സിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നാണ്. ബിസിനസ് ചെയ്ത് പല ബിസിനസ്സും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, എന്നാൽ അത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും പലവർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്നാലും ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഥവാ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എന്താണ് ഈ ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ്സ്? ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇതിൻ്റെ ഇടയിൽ മതം മിക്സ് ചെയ്യില്ലേ എന്ന് പറയും. പക്ഷേ ശരിയാന്ന് പറഞ്ഞ ഒരു അറബിക് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാത അഥവാ വേ, ഒരു പാത്ത്, അതാണ് ശരിയയുടെ അർത്ഥം. ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ മുസ്ലിംസിന് ധാരാളം റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. കുറേ ഇൻഡസ്ട്രീസൊന്നും മുസ്ലിംസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ്, പലിശ സംബന്ധമായുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൽക്കഹോൾ, ലിക്കർ, അങ്ങനത്തെ മാനുഫാക്ചറിങ് കമ്പനീസിലും സെല്ലിംഗ് കമ്പനീസിലും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഗാംബ്ലിംഗ്, പിന്നെ ഫിലിം പ്രൊഡക്ഷൻ, മീറ്റ് അതായത് പോർക്ക്, അങ്ങനത്തെ ഇൻഡസ്ട്രി, പോർക്ക് റിലേറ്റഡ് ഇൻഡസ്ട്രീസ്, ആ ഇൻഡസ്ട്രികളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കുറച്ച് റൂൾസാണ്. ഇത് പല കാരണം കൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിരോധിച്ചിരിക്കുന്നത്. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ബിസിനസ്സുകളിൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു ബിസിനസ് ചെയ്യാൻ അധികം പൈസ ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് പൈസ സമാഹരിച്ചിട്ട് ബിസിനസ് ചെയ്യാം. അതൊരു ഹലാലായിട്ടുള്ളൊരു മെത്തേഡാണ്. ഉദാഹരണത്തിന് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ 10 പേരുണ്ട്, എല്ലാവരും കൂടി 1 ലക്ഷം രൂപ വെച്ചിട്ട് ഇട്ട് 10 ലക്ഷമായി. ആ ബിസിനസ് ഹലാലായിട്ടുള്ള സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു റിട്ടേൺ വരെയാണ്. ഉദാഹരണത്തിന് ഒരു 5 ലക്ഷം രൂപ റിട്ടേൺ വരെയാണെങ്കിൽ എല്ലാവരും 50,000 രൂപ വെച്ചിട്ട് ലാഭവിഹിതം എടുക്കും. തികച്ചും ഹലാലായിട്ടുള്ളൊരു രീതിയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ 10 പേരിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പം അതിനായിട്ട് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ സമാഹരിക്കും. അതിൻ്റെ അകത്ത് വെറും 10 പേരോ 15 പേരോ അല്ല, ധാരാളം ആളുകൾ ഉണ്ടാവും. അത് കാരണം നമുക്ക് ആ ബിസിനസ്സുകളിൽ മെജോറിറ്റി ഡിസിഷൻസ് എടുക്കാനും കഴിയില്ല. ഈ കൂട്ടുകച്ചവടം തികച്ചും ഹലാലായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓഹരി വിപണിയിൽ 2 ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റും പിന്നെ ഒന്ന് സെക്കൻഡറി മാർക്കറ്റും. ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് 100 കോടി ആവശ്യമുണ്ട്. അപ്പോൾ 100 കോടി ആവശ്യത്തിനായിട്ട് പത്രത്തിൽ പരസ്യം ചെയ്യും. അതിന് IPO എന്ന് പറയും, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആളുകൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ പൈസ കമ്പനി സമാഹരിക്കുകയും അത് ബിസിനസ്സിന് ഉപയോഗിക്കുകയും ചെയ്യും. ഒരു കമ്പനിയുടെ പ്രൈമറി മാർക്കറ്റിൽ ഞാൻ ഷെയർസ് അപേക്ഷിച്ച് അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ആ കമ്പനിയുടെ അത്ര ഷെയർസിനുള്ള ഓണർഷിപ്പ് എൻ്റെ കയ്യിൽ വരും. അപ്പോൾ ആ കമ്പനിയുടെ ഓണർ എന്ന് പറയുമ്പോൾ അത് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, ശരിയാ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയാണെങ്കിൽ അത് ഹറാമായിട്ടുള്ള സെക്ടേഴ്സിൽ പാടില്ല എന്നുണ്ട്. ഇൻട്രസ്റ്റ്, ഗാംബ്ലിംഗ്, ആൽക്കഹോൾ, അങ്ങനത്തെ കുറച്ച് നിരോധിക്കപ്പെട്ട മേഖലകളിൽ പാടില്ല എന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിനും ലോണും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, ആ കമ്പനി നല്ല എമൗണ്ടിൽ ലോൺ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ളൊരു കമ്പനി, ആ കമ്പനിക്ക് ലോണിൽ നിന്ന് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ കമ്പനി ധാരാളം ബാങ്ക്സിൻ്റെ നിന്ന് ലോൺ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ആ കമ്പനിയുടെ മേജർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ഹറാമായിട്ടുള്ള മേഖലകളിലല്ല, കാറിൻ്റെ കച്ചവടമാണ്, കാറിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ എനിക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ശരിയാ ബേസ്ഡ് ഫോളോ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാവുന്നത് AGM അഥവാ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരുമ്പോൾ അതിനെതിരെ നമ്മൾ എതിരെ നിന്നാൽ തന്നെ അത് ഒരു നല്ലൊരു കാര്യമാണ്.
രണ്ടാമത്തെ ടൈപ്പ് മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഞാൻ ഷെയർസ് അപേക്ഷിക്കുകയും ചെയ്യും, എനിക്കത് കിട്ടുകയും ചെയ്യും. ഇനി അത് വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡറി മാർക്കറ്റിലാണ് സെല്ല് ചെയ്യുക. പണ്ട് കാലത്ത് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് എനിക്കത് വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നെങ്കിൽ അയാളെ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് വേണം സെല്ല് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ IT ഒക്കെ ഇത്ര ഡെവലപ്പായത് കാരണം ധാരാളം എക്സ്ചേഞ്ചുകളും അതേപോലെ തന്നെ ബ്രോക്കേഴ്സൊക്കെ ഇൻ്റർനെറ്റിലൂടെ കണക്ട് ചെയ്തിട്ട് ഓർഡേഴ്സൊക്കെ ഇടണമെങ്കിൽ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ വെച്ചിട്ടിട്ട് സെല്ലിങ്ങും ബൈങ്ങും അത്രത്തോളം ഈസിയാണ്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം. ശരിയാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ രാവിലെ ഷെയർ വാങ്ങിച്ച് വൈകുന്നേരം സെല്ല് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് T+2 ഡേ ആണ്. അതായത് ഇന്ന് ട്രേഡ് നടക്കുകയാണെങ്കിൽ മറ്റന്നാളാണ് ഷെയർസ് യഥാർത്ഥത്തിൽ കൈമാറുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരു വസ്തു വിൽക്കരുത് എന്നുള്ളൊരു റൂളുണ്ട്. അപ്പം അത് കാരണമാണ് പല ആളുകളും ഇത് ഹറാമാണെന്ന് പറയാൻ കാരണം. എന്നാലും ഇതിൽ ഡിബേറ്റ് വരുന്നൊരു ടോപ്പിക്കാണ്. പിന്നെ ഒരു ഷെയർസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്ചേഞ്ച് റൂൾസാണ്, സെറ്റിൽമെൻറ്റ് നടക്കുന്നത് രണ്ടാമത്തെ ദിവസം എന്ന്. ചില സിറ്റുവേഷൻസ് വരാം, കുറച്ച് റെയർ കേസസ് വരാം. ഇപ്പോൾ ഞാൻ ഇന്ന് 100 ഷെയർ വാങ്ങിച്ചാൽ എനിക്ക് ആ കംപ്ലീറ്റ് 100 എണ്ണവും മറ്റന്നാൾ കിട്ടില്ല, സെറ്റിൽമെൻറ്റ് ഡേന് കിട്ടൂല. ഒരു 10 ഷെയറൊക്കെ ചിലപ്പോൾ ഷോർട്ട് ഡെലിവറി വരാം. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഷെയർസ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയറിന് എനിക്ക് ആ ഫുൾ ഷെയർസ് കൊടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് വളരെ റെയർ കേസാണ്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ള ഫാക്ടർ ഇത് നിരോധിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മറ്റുള്ള ആൾക്കാരുടെ വസ്തുക്കൾ കൈവശം വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട് വെക്കാൻ പലിശയ്ക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൈസ അടച്ചുകൊണ്ട് പോകും. എപ്പോഴെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പൈസ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ ആ വീട് ബാങ്ക് അഥവാ പലിശയ്ക്ക് കൊടുത്ത സ്ഥാപനം കൈക്കലാക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 10 കൊല്ലം പൈസ അടച്ചിട്ടുണ്ടാവും, പക്ഷേ പിന്നെ അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഈ വസ്തു ഈ പലിശയ്ക്ക് പൈസ കൊടുത്ത സ്ഥാപനത്തിൻ്റെ കൈക്കലാവും. അവരുടെ ജീവിതം അതേപോലെ തന്നെ ഇതായി പോകും. ഇപ്പം മെയിൻ റീസൺ ഇൻട്രസ്റ്റ് നിരോധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർ കൂടുതൽ സമ്പന്നരാകുകയും പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനാവുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് മെയിൻലി ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഇത് ഇസ്ലാമിൽ നിന്ന് നിരോധിക്കാൻ കാരണം. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു, 10 ലക്ഷത്തിനൊരു വീട് വാങ്ങിച്ചു, അത് ഇൻട്രസ്റ്റിൽ ഓടണമെങ്കിൽ EMI എല്ലാ മാസവും കൊടുക്കുകയാണെങ്കിൽ അത് അടച്ചൊക്കെ കഴിയുമ്പോൾ ഉദാഹരണത്തിന് ഒരു 16 ലക്ഷം ആയെന്ന് വിചാരിച്ചോ, അത് അടുത്ത ജനറേഷന് കൈമാറുമ്പോൾ അവരെന്തായാലും അത് 16 ലക്ഷത്തിൻ്റെ മുകളിലാണ് വിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ വില കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് വരും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ TV-യിലൊക്കെ കാണുന്ന പോലെ പണ്ടൊക്കെ കൊള്ളപ്പലിശ ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ റെഗുലേറ്റഡ് ആണ്. എന്നാലും ചില സ്ഥാപനങ്ങളൊക്കെ മാസത്തിൽ 1 രൂപ പലിശ എന്നൊക്കെ പറയും. അത് ആദ്യത്തെ മാസം മാത്രമേ ഉള്ളൂ, പിന്നെ അടച്ചില്ലെങ്കിലാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ കാണാം പലിശയുടെ ശതമാനം എത്രത്തോളമാണെന്ന്. ഇപ്പോൾ ഇന്നലെ ജസ്റ്റ് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു സമരവേദി കണ്ടു. അപ്പോൾ അവിടെ ഒരു ഫാമിലി നിരാഹാരം കിടക്കണയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരാൾ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് തന്നു. ഇതാണ് നോട്ടീസ്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, 94 ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ 2 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്. അയാളുടെ പേരിൽ ഫ്രണ്ടിന് വേണ്ടി എടുത്തു കൊടുത്തു 2 ലക്ഷം രൂപ. 94 ലോർഡ് കൃഷ്ണ ബാങ്കിൽ നിന്നാണ് എടുത്തത്. എന്തോ കാരണവശാൽ ആ ഫ്രണ്ടിന് അത് അടയ്ക്കാൻ പറ്റിയില്ല. എന്നാൽ പലിശയുടെ പലിശയൊക്കെ കൂട്ടിയിട്ട് ഇന്ന് അതിൻ്റെ കുടിശ്ശിക എത്രയെന്ന് ചോദിച്ചാൽ 2.5 കോടി രൂപയാണ്. അപ്പോൾ വീട് മോർഗേജ് എടുത്തിട്ടാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്. 3 കൊല്ലം മുമ്പ് ഏകദേശം 37 ലക്ഷം രൂപയ്ക്ക് വീട് ലേലത്തിന് വിറ്റു. എന്നിട്ട് അത് 2.5 കോടിയിൽ നിന്ന് കുറച്ച് ബാക്കി എമൗണ്ട് ലോണായിട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് ആ ഫാമിലീനെ ഹറാസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലും നമുക്ക് പൈസ ഉണ്ടാക്കാം. എന്നാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 വാക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ റിലയൻസ്, ടാറ്റ, അങ്ങനെ 2 ബ്രാൻഡ് കോൺഗ്ലോമറേറ്റിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനോട് ഒരു ചായ്വുണ്ടാവും. കാരണം അവർ ധാരാളം നല്ല കാര്യങ്ങളും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നതും കൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക, ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു നാശത്തിന്
ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് കഴിയുന്നത് ഒഴിവാവാം. ഇപ്പോൾ വീണ്ടും ഡിബേറ്റുള്ള ടോപ്പിക്കാണ് സിഗരറ്റ്, അത് ഹറാമായിട്ടുള്ളൊരു സെക്ടറാണോ എന്ന്. അതിനിപ്പോൾ ഒരു ബുക്സും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹെൽത്തിനെ നല്ലൊരു ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സിഗരറ്റ്. ക്യാൻസറൊക്കെ വരാവുന്ന ഒരു സാധനമാണ്. അത് മാനുഫാക്ചർ ചെയ്യണ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, അത് നല്ലൊരു സാധനമാണോ എന്നിട്ട് നോക്കിയിട്ട് തീരുമാനിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എത്തിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കാര്യത്തിൽ പലവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഒരു ഡിസ്കഷന് പറ്റിയ ടോപ്പിക്കാണ്. നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇപ്പോൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഡിവിഡൻ്റായിട്ടും ക്യാപിറ്റൽ ഗെയിനൊക്കെ ആയിട്ട് പൈസ കിട്ടും. അതിൽ നിന്ന് സക്കാത്ത് നിർബന്ധമാണ്. അത് മാത്രമല്ല, കടം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് പൈസ കടം കൊടുക്കുക, പലിശ വാങ്ങിച്ചിട്ടല്ല, വെറുതെ കടം കൊടുക്കുക. അത് നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്കത് നല്ല ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.